നമുക്ക് ആദർശിന്റെ നയനയുടെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നന്ദു പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ വരുവാണ്. നന്ദുവിന് സങ്കടം സഹിക്കാൻ പറ്റില്ല. കാരണം ആ ഡേവിഡിനിട്ട് ഒരു പണി കൊടുക്കാൻ പറ്റിയ സമയമായിരുന്നു. അയാള് അനഘയെ കൊല്ലാനായിട്ട് ഗുണ്ടകളെ വിട്ട എന്തിനാന്ന് മാത്രം മനസ്സിലായില്ല. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കഥയുണ്ട്. അതിനുശേഷം ആദർശിനെ വിളിക്കുകയാണ് നന്ദു. നന്ദു വിളിച്ചിട്ട് ആദർശിനോട് കാര്യങ്ങൾ പറയണം. ആദർശേട്ടാ, ഇങ്ങനെയാണ് സംഭവം. ഇതിന്റെ പിന്നില് എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. ഈ പറയുന്ന ഡേവിഡാണ് ആളെ വിട്ടിരിക്കണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ആദർശ് ചോദിച്ചു, അതെന്താ നന്ദു? അവന്മാരെ പിടികൂടിയില്ലേ? പിടികൂടി, പക്ഷെ അവന്മാരാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ ഡേവിഡിനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എനിക്ക് മോളിൽ നിന്ന് വിളിയുണ്ടായെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാള് എന്റെ മേലുദ്യോഗസ്ഥന് നന്നായിട്ട് പ്രഷർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം ആദർശ് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്ക് എങ്ങനെ സത്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും? ആദർശേട്ടാ, ഒരു കാര്യം ഉറപ്പാ, ഈ അനഘയെ അതുപോലെ ഈ ജ്വല്ലറി അഭിയൊക്കെ ആയിട്ട് എങ്ങനെയോ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാന്ന് പറഞ്ഞു. ആദർശോട് എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ഈ അഭിയാണ് അനഘയെ ചതിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള അഭിക്ക് അവനെ സപ്പോർട്ട് ചെയ്ത് ഏൺ ജ്വല്ലറിക്കാരെ അവനോടൊപ്പം നിൽക്കണമെങ്കിൽ ഇതിന്റെ പിന്നെ നമ്മൾ ആരും അറിയാത്ത രഹസ്യമുണ്ട്. നന്ദുവിനും ബുദ്ധി ഇത്തിരി കൂടുതലുണ്ടല്ലോ, അതുപോലെ തന്നെ ആദർശനും. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അതാണ് ആദർശയുടെ നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ ഡേവിഡ് എന്തിനാണ് ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത്? അതുമാത്രമല്ല, അബിക്ക് അവിടെ ഏൺ ജ്വല്ലറി മാനേജറായിട്ട് ജോലി കൊടുത്തിട്ടുണ്ട്. ആദർശ് പറഞ്ഞു, ആ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. കാരണം അവനെ പോലെ ഒരു ഫ്രോഡിന് അവരവിടെ ജോലി കൊടുക്കണമെങ്കിൽ അവന്റെ പാസ്റ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാ. ഒരുപക്ഷെ നാളെ എന്ത് സംഭവിക്കാമെന്ന് അവർക്കറിയാം. അവനാള് തരികടയാന്നും അറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ അവന് വേണ്ടിയിട്ട് ഇപ്പൊ അനഘയെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നില് അവർക്ക് എന്തോ ഒരു ഉദ്ദേശലക്ഷ്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഈ നബിയേച്ചിയുടെ മനസ്സ് മാറ്റിയതും ഏൺ ജ്വല്ലറിയിലെ ആ ഡേവിഡൊക്കെ ആണോന്ന് ചോദിച്ചു. ആദർശന് അപ്പോഴാണ് അങ്ങനെ ഒരു കാര്യം ഓർമ്മ വന്നത്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ചിലപ്പോൾ അതാവാനും വഴിയുണ്ട് നന്ദു എന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, ആദർശേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക. അധികം വൈകാതെ ഈ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാന്ന് പറഞ്ഞു. ഈ സമയത്ത് നാഗേന്ദ്രനെ വിളിച്ചിട്ട് ഡേവിഡ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവള് ആ നന്ദു എന്ന് പറയുന്നവള് വന്നിട്ടുണ്ടായിരുന്നു എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. പക്ഷെ എന്നെ പിടികിട്ടാതെ വന്നിപ്പോ അതിന്റെ സങ്കടത്തോടും ദേഷ്യത്തോടും നാണം കിട്ട അവള് പോയെന്ന് പറഞ്ഞു. നാഗേന്ദ്രൻ പറഞ്ഞു, ഇതുപോലെ അടി അവൾക്ക് ഈ അടുത്ത കാലത്തുനിന്ന് കിട്ടാനുണ്ടായിരിക്കില്ല. അവളുടെ വിചാരം അവളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ എന്തോ ഒരു സംഭവമാണ്, അവൾക്ക് മീതെ ആരുമില്ല എന്നൊക്കെയാ. പക്ഷെ എല്ലാം ഒറ്റ നിമിഷം കൊണ്ടല്ലേ ഇല്ലാതായി പോയെന്ന് ചോദിച്ചു. പിന്നീട് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അതെ, നയനമോളുടെ 3-ാം മാസം ചടങ്ങല്ലേ, അപ്പം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണ്ടേന്ന് ചോദിച്ചു. മുത്തശ്ശി പറഞ്ഞു, അല്ല, എന്താ ഇപ്പൊ കൊടുക്കണേന്ന് ചോദിച്ചു. ആ സമയം മുത്തശ്ശൻ പോയി എന്ത് ചെയ്തു, ഒരു നെക്ലേസ് എടുത്തോണ്ട് വരുവാണ്. ഇത് കൊള്ളാലോ, ഇത് ആർക്കാന്ന് ചോദിച്ചു. വേറെ ആർക്കാ, ഞാൻ നയനമോൾക്ക് വേണ്ടി വാങ്ങിയതാ. നയനമോൾക്ക് വേണ്ടിട്ടോ? ഞാൻ സെലക്ട് ചെയ്താൽ പോലും ഇത്ര നല്ലതൊരു കിട്ടത്തില്ലോ എന്ന് പറഞ്ഞു. അതെ, അങ്ങനെയൊന്നുമില്ല വസുന്ധരെ, എൻ്റെ മനസ്സിന് ഇളങ്ങിയത് ഞാൻ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു. എനിക്കിഷ്ടപ്പെട്ടു, നയനമോൾക്കും ഇത് കണ്ട സന്തോഷമാണെന്ന് പറഞ്ഞു. പിന്നൊരു കാര്യം, ഇത് ഞാനാണ് സെലക്ട് ചെയ്തതെന്നൊന്നും മോളോട് പറയരുത്. വസുന്ധര, നീ മാത്രം പോയാൽ മതി. അറിയാലോ ഞാൻ എന്തേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുത്തശ്ശന് ദേഷ്യം ആയതുകൊണ്ട് വന്നില്ലെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ശരിയാ, അങ്ങനെയൊക്കെ ഞാൻ പറയാം. പക്ഷേങ്കിൽ അതൊന്നും സഹിക്കാൻ പറ്റില്ല നയനമോൾക്ക് ആദർശമോന് ഭയങ്കര വിഷമമായിരിക്കും എന്ന് പറഞ്ഞു. 3-ാം മാസത്തിന് ചടങ്ങിന് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്ന കാണാനല്ലേ അവർ ആഗ്രഹിക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ 3-ാം മാസത്തെ ചടങ്ങിന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദേവേനയോടും കനകയോടും ഒക്കെ ആദർശം നയനെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ച് ചെറിയ തോതിൽ നടത്താനാ തീരുമാനിച്ചിരിക്കുന്നത്. അനന്തപുരി വന്ന് നടത്താൻ പറ്റില്ലല്ലോ. ദേവേനി നയനെ ആശ്വസിച്ചു, മോളെ വിഷമിക്കൊന്നും വേണ്ട. 3-ാം മാസം ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 7-ാം മാസമൊക്കെ ഉണ്ടല്ലോ ചടങ്ങ്. ആ സമയത്ത് നമുക്ക് അതിഗംഭീരമായിട്ട് അനന്തപുരി വെച്ച് ആഘോഷിക്കാന്ന് പറഞ്ഞു. നയന പറഞ്ഞു, എനിക്കങ്ങനെ സങ്കടമൊന്നുമില്ലമ്മേ, എനിക്ക് വിഷമമൊന്നുമില്ല. സത്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വന്നാൽ മതി, അത് മാത്രം എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ വരുവാണെങ്കിൽ പിന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറുമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, അതെ മോളെ, അതാ എൻ്റെ ഒരു ആഗ്രഹം. എത്രയും പെട്ടെന്ന് തന്നെ സത്യങ്ങളൊക്കെ പുറത്തു വരണം. ആരും ഒരു കാരണവശാലും നമ്മളെ പഴിക്കോ ഒന്നും ചെയ്യരുത്. ഇപ്പൊ തന്നെയാണെങ്കിലും കണ്ടില്ലേ ആദർശിന്റെ കാര്യം, അവന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. ഇത് കേട്ടപ്പം നയന പറഞ്ഞു, സാരമില്ലമ്മേ എന്നൊക്കെ പറഞ്ഞ് ദേവേനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ 3-ാം മാസ ചടങ്ങിന്റെ ദിവസം ഒത്തുവേണം. നവ്യ എന്തായാലും പോകത്തില്ലെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ ചടങ്ങിനൊന്നും ഞാൻ പോകത്തില്ലെന്നൊക്കെ പറഞ്ഞ് നവ്യക്ക് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കനകയും ഗോവിന്ദനും നന്ദുവൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ
അതിഗംഭീരമായിട്ട് നടക്കുകയാണ്. ഈ സമയത്താണ് വസുന്ധര മുത്തശ്ശി നല്ല ആ നെക്ലേസ് കൊണ്ട് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അത് അവളുടെ കഴുത്തിലിട്ട് കൊടുക്കുകയാണ് നയനയുടെ. ആ സമയത്ത് ഒട്ടും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ജലജയ്ക്ക്. ജലജ അബിയെ ഒന്ന് നോക്കുകയാണ്. പിന്നീട് നവ്യെ ഇവളുടെ 3-ാം മാസ ചടങ്ങിനൊന്നും ഇതുപോലത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ട് പോലില്ല. എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ അവളുടെ മുത്തശ്ശി അവൾക്ക് കൊണ്ടേ കൊടുക്കുന്നത് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ജലജയുടെ മനസ്സിൽ. അല്ലെങ്കിലും ജലജയ്ക്ക് അങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഇഷ്ടമില്ല. ആരെങ്കിലും തനിക്ക് തരുന്നതാണ് ഇഷ്ടം. പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാണുമ്പോൾ അത് ജലജയ്ക്ക് ഭയങ്കര കണ്ണുക്കടി ഉണ്ടാകുന്ന കാര്യമാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് മുത്തശ്ശി എന്ത് ചെയ്തു, വീഡിയോ കോൾ വിളിക്കുവാണ് മൂർത്തി മുത്തശ്ശനെ വിളിച്ചിട്ട് നയനയെ കാണിച്ചു കൊടുക്കുകയാണ്. മൂർത്തി മുത്തശ്ശൻ അത് കണ്ടു കഴിഞ്ഞപ്പോൾ സന്തോഷമായി. താൻ വാങ്ങിച്ചു കൊടുത്ത നെക്ലസ് കഴുത്തിലിട്ട് നയന ഇരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ ആദർശമുണ്ട്. അവരെല്ലാം നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടപ്പം മുത്തശ്ശന്റെ കണ്ണു നിറഞ്ഞു വന്നു. ഇപ്പൊ ഈ സമയത്ത് താനും അവിടെ ഉണ്ടാവേണ്ടതാ. പക്ഷെ എല്ലാം തകർന്നു പോയി. ഇനി ഒന്നേ തൊട്ട് കയറണം. ഇപ്പൊ താൻ വാശി കയറ്റിയിരിക്കുന്നതുകൊണ്ട് ആദർശ് ഉറപ്പായിട്ടും ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരും എന്നുള്ള കാര്യം നന്നായിട്ട് അറിയായിരുന്നു മൂർത്തി മുത്തശ്ശന്. അതുകൊണ്ട് മുത്തശ്ശൻ ആ കാര്യത്തിൽ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എല്ലാവരും കൂടെ കൂടുന്ന സമയത്ത് തനിക്ക് അവിടെ പോകാൻ പറ്റിയില്ലോ എന്നൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചടങ്ങുകളൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ നടക്കുകയാണ്. ഈ സമയത്ത് നന്ദു അനികയെക്കുറിച്ച് അനികയെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ച് അവന്മാര് അതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്നൊക്കെ കുറെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയില്ല. അവന്മാർക്കും കൂടുതലായിട്ടൊന്നും അറിയണ്ടായിരുന്നില്ല. അവന്മാരൊരു കൊട്ടേഷൻ ഏൽപ്പിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ്. പിന്നീട് അബി AN ജ്വല്ലറി ജോയിൻ ചെയ്യാൻ പോലുള്ള ദിവസം എത്തി. അങ്ങനെ ആ ദിവസം എത്തിക്കഴിഞ്ഞപ്പോൾ നവിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നവി രാവിലെ പൂജാമുറി പോയി കയറി പൂജകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോഴേക്കും ജലജയെ അബി അങ്ങോട്ടേക്ക് വന്നു. അബി റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂജകളും കാര്യങ്ങളൊക്കെ അബിയുടെ നല്ലതിന് വേണ്ടി ചെയ്തിട്ട് അബിയെ യാത്രയാക്കുവാണ് നവിയും ജലജയും കൂടെ ചേർന്നിട്ട്. അബിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അബി മൂർത്തി മുത്തശ്ശൻ്റെ അടുത്ത് നിന്നിട്ട് എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശൻ അനുഗ്രഹം കൊടുത്തു വിടുന്നുണ്ട്. ഇവനെങ്ങനെയെങ്കിലും പോയി നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ എന്ന് കരുതിയിട്ടാ മുത്തശ്ശൻ അങ്ങനെയൊക്കെ പറയുന്നത് പോലും. പക്ഷെ അവന് ഈ ജന്മത്തിൽ നന്നാവില്ല എന്നുള്ള കാര്യം മുത്തശ്ശൻ അറിയായിരുന്നു. നന്നാവാനാണെങ്കിൽ അവന് കുറെ ചാൻസ് കൊടുത്താ. പക്ഷെ അവൻ ഒരിക്കൽ പോലും നന്നാവാൻ ശ്രമിച്ചിട്ടില്ല. അവൻ എത്രയൊക്കെ പോയെന്ന് പറഞ്ഞാലും ഏതൊക്കെ ജ്വല്ലറി പോയാലും ഇനി സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കും മുത്തശ്ശന് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ അബി ആദ്യ ദിവസം AN ജ്വല്ലറിക്ക് ചെല്ലുവാണ്. അബിക്ക് നല്ലൊരു സ്വീകരണം തന്നെയാണ് കിട്ടിയത്. പോരാത്തിനും മാനേജറുടെ ക്യാബിനിലും ആയിരുന്നല്ലോ. അബി സന്തോഷത്തോടെ അവിടെ ഇരുന്നു. തനിക്ക് തന്റെ സ്വന്തം ജ്വല്ലറിന്ന് പോലും ഇങ്ങനൊരു സ്വീകരണം കിട്ടിയിട്ടില്ല. ഒരു വമ്പ സ്വീകരണം തന്നെ കിട്ടിയത്. നാഗേന്ദ്രൻ അച്ഛനാണല്ലോ. അപ്പൊ ആ രീതിക്ക് വേണ്ട നല്ല സ്വീകരണം കൊടുക്കാനായിട്ട് അബിക്ക് അറിയില്ല തന്റെ ജ്വല്ലറിയാന്നുള്ള കാര്യം. പക്ഷെ ഡേവിഡിന് അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഒന്നിനും ഒരു കുറവ് വരില്ല എന്നുള്ള രീതിയിലായിരുന്നു. അബി ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. തനിക്ക് ഇത്രമാത്രം പ്രാധാന്യം അവരെ എന്തിനാ തരുന്നതെന്ന് പോലും അബിക്ക് അറിയുണ്ടായിരുന്നില്ല. പക്ഷെ അബിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു. തന്നെ ഇവര് അന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. തനിക്കിനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മൂർത്തി ജ്വല്ലറി തകർന്ന് തരിപ്പണമായി പോവും അധികം വൈകാതെ. അപ്പൊ അത് AN ജ്വല്ലറിൽ താൻ കണ്ടു മിക്കവാറും നല്ലൊരു പൊസിഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അബിയുടെ മനസ്സിൽ. ഇതേ സമയത്ത് നന്ദു തന്നെ അന്വേഷണം തുടരുന്നുണ്ട്. ഒടുവില് നാഗേന്ദ്രനും ഡേവിഡും കൂടെ ഹോട്ടൽ മോഡേണിൽ വെച്ച് കാണാനും ഒരുങ്ങുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആദർശിന് കിട്ടി. സേവ്യറാണ് വിളിച്ചു പറയുന്നത്. അവർ തമ്മിൽ കാണുന്നുള്ള കാര്യങ്ങളൊക്കെ അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് എന്ത് ചെയ്തു, ഹോട്ടൽ മോഡേണിലേക്ക് വേഷം മാറി പോകുന്നുണ്ട്. ഒരു കാരണവശാലും തന്നെ പിടിച്ചുകൂടാ എന്നൊരു ചിന്തയോട് കൂടിയിട്ട് വേഷം മാറിയാണ് അവിടേക്ക് ചെല്ലുന്നത്. ജഗദീപ് സിംഗിന്റെ വേഷത്തിലാണ് ചെല്ലുന്നത്. പക്ഷെ ഇതൊന്നും നാഗേന്ദ്രനോ അല്ലെങ്കിൽ ഡേവിഡോ അറിയുന്നുണ്ടായിരുന്നില്ല. അവിടെ വെച്ച് ഡേവിഡിനോടൊപ്പം നാഗേന്ദ്രനെ ആദർശ് കാണുന്നുണ്ട്. കണ്ടു കഴിയുമ്പോൾ ആദർശ് ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. മിക്കവാറും അധികം വൈകാതെ തന്നെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ ഈ പറയുന്ന ആദർശന് അയാളെ കണ്ട് മനസ്സിലാവും എന്താണെന്നൊന്നും അറിയത്തില്ല. മൂർത്തി മുത്തശ്ശനല്ലേ അറിയത്തുള്ളൂ. അയാളെ നല്ല വ്യക്തമായിട്ട് അറിയാവുന്നേ അബിയുടെ അച്ഛനെ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.